ഹലോ ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഒരു 600 പേരും കൂടെ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ 2 ലക്ഷം സബ്സ്ക്രൈബേഴ്സ് ആകും ഗൈസ്. അതുകൊണ്ട് പെട്ടെന്ന് എല്ലാവരും കൂടെ ഒന്ന് തള്ളി 2 ലക്ഷത്തിൽ എത്തിക്കണം. ഓക്കെ, കൂടുതലൊന്നും പറയുന്നില്ല, നമുക്ക് ഇന്ന് സബ്ജക്റ്റിനകത്തോട്ട് പോവാം. പത്തനംതിട്ട റാന്നിയിൽ നടന്ന ഒരു കല്യാണം. ഇതാണ് 2 ദിവസമായിട്ട് സോഷ്യൽ മീഡിയയിൽ ചർച്ചാ വിഷയം. 2025 തുടങ്ങിയതിനു ശേഷം ഭയങ്കര വിയേഡസ്റ്റ് ആയിട്ടുള്ള, നമ്മൾ ഇതുവരെ കേൾവി ഇല്ലാത്ത തരത്തിലുള്ള പല വാർത്തകളുമാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനത്തെ ഒരു കല്യാണത്തിന്റെ വാർത്ത കേട്ടപ്പോഴും എനിക്ക് വലിയൊരു സർപ്രൈസിങ് ആയിട്ട് തോന്നിയില്ല. ഇനി ഇതിനേക്കാളും വലിയതൊക്കെ പുറകെ നമ്മൾ കേൾക്കേണ്ടതാണെന്നുള്ളൊരു മൈൻഡ് സെറ്റ് എനിക്ക് സെറ്റായി. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, റാന്നിയിൽ ഒരു കല്യാണം നടന്നു. പയ്യൻ ഇറ്റലിക്കാരിയാണ്, വധു ദുബായിലാണ് വർക്ക് ചെയ്യുന്നത്. ഈ പയ്യനെ പറ്റി പറയുകയാണെങ്കിൽ, നമ്മുടെ കോവിഡ് സമയത്ത് ഇറ്റലിയിൽ നിന്ന് ഒരു കുടുംബം നാട്ടിലോട്ട് വന്ന് നാട്ടിൽ കോവിഡ് പരത്തി എന്ന് പറയുന്ന ഒരു വാർത്ത ഉണ്ടായിരുന്നല്ലോ. ആ സമയത്ത് മറ്റേ റൂട്ട് മാപ്പൊക്കെ വെച്ചിട്ട് അവർ പോകുന്ന വഴിയൊക്കെ കണ്ടുപിടിക്കുന്ന ഒരു ഏർപ്പാടുണ്ടായിരുന്നല്ലോ. അതിനകത്ത് പെട്ട ആ ഫാമിലിയാണ് ഈ ഫാമിലി. ഈ ഒരു കല്യാണം എങ്ങനെയാണ് ഇത്ര ചർച്ചാ വിഷയമായെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കല്യാണം നടന്ന് പിറ്റേ ദിവസം തന്നെ ഈ പയ്യൻ ഈ പെണ്ണിനെ ഉപേക്ഷിച്ചിട്ട് ഇവൻ ഇറ്റലിയിലോട്ട് ഫ്ലൈറ്റ് എടുത്ത് പോവുകയാണ് ഗൈസ്. അതിന്റെ റീസൺ തിരക്കിയപ്പോഴാണ് മനസ്സിലായത് ഈ പെണ്ണ് ട്രാൻസ്ജെൻഡർ ആണെന്ന് പോലും. ഈ ഒരു വാർത്ത കേട്ടപ്പോൾ തന്നെ എന്തൊക്കെയോ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക്. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പൊ ഞാനൊരു പെണ്ണിനെ കെട്ടി, അത് പെണ്ണാണെന്ന് പറഞ്ഞാണ് കിട്ടിയത്. പക്ഷെ ആദ്യരാത്രിയിലാണ് ഞാൻ മനസ്സിലാക്കുന്നത് അത് ട്രാൻസ്ജെൻഡർ ആണ് എന്ന്. അത്രയും വലിയൊരു ഇഷ്യൂ ഉണ്ടായി കഴിഞ്ഞാൽ ഏതൊരു കോമൺ മാനും നെക്സ്റ്റ് ഡേ ഫ്ലൈറ്റ് ബുക്ക് ചെയ്ത് ഇറ്റലി അല്ലെങ്കിൽ ഏതെങ്കിലും രാജ്യം വിടൂല. ഈ ഒരു കേസ് ജെനുവിൻ ആണോ എന്ന് എനിക്ക് സംശയം തോന്നാനുള്ള ഫസ്റ്റ് റീസൺ അതാണ്. രണ്ടാമത്തെ കാര്യം, ഈ പെണ്ണ് വീട്ടുകാരാണ് ഈ പയ്യനെതിരെ ചീറ്റിങ്ങിന് കേസ് കൊടുത്തേക്കുന്നത്. സത്യത്തിൽ ഈ വാർത്ത സത്യമാണെങ്കിൽ ആ പയ്യനാണ് പെണ്ണ് വീട്ടുകാർക്കെതിരെ കേസ് കൊടുക്കേണ്ടത്. കാര്യം ആ പെണ്ണിന്റെ ജെൻഡർ ഒളിപ്പിച്ചു വെച്ചിട്ട് കല്യാണം നടത്തിയതിനുള്ള കേസ്. എന്താണെങ്കിലും കാര്യങ്ങൾ അത് കുറച്ചും കൂടെ ഒന്ന് തെളിഞ്ഞു വരുന്നുണ്ട്. ഈ പയ്യൻ ഇവരെ ചീറ്റ് ചെയ്തു പോയതാണ്, ഈ പെണ്ണ് ട്രാൻസ്ജെൻഡർ അല്ല എന്നുള്ള രീതിയിലാണ് വാർത്തകൾ പുറത്തു വരുന്നത്. നമുക്ക് എന്താണെങ്കിലും ഈ ഒരു കേസിന്റെ തുടക്കം തൊട്ടുള്ള കാര്യങ്ങളൊന്ന് പരിശോധിക്കാം. ഇതിനകത്ത് പ്രൂഫുകളോ ഒന്നുമില്ല. കുറെ ആളുകൾ സംസാരിക്കുന്ന വോയിസ് റെക്കോർഡുകൾ മാത്രമാണുള്ളത്. പല വോയിസ് റെക്കോർഡും കേട്ടപ്പോൾ നാട്ടിലെ മുറുക്കാൻകടയിലും കലങ്ങിലും ഒക്കെ ഇരുന്ന്, അല്ലെങ്കിൽ അമ്മച്ചിമാരൊക്കെ കൂട്ടം കൂടി ഇരുന്ന് കൊതിഞ്ഞുണയും പറയുന്ന പോലെയുള്ള ഒരു തരത്തിലുള്ള വോയിസ് റെക്കോർഡായിട്ടാണ് എനിക്ക് തോന്നിയത്. എന്താണെങ്കിലും ഈ പെണ്ണ് ട്രാൻസ്ജെൻഡർ ആണ് എന്ന് പറയുന്ന വോയിസ് റെക്കോർഡ് നമുക്ക് ആദ്യം കേൾക്കാം. ഞാനത് അറിഞ്ഞതാ. അതിങ്ങനെ ഒക്കെ ചെയ്തിട്ട് അവര് ആ കല്യാണം കഴിഞ്ഞാൽ അന്ന് രാത്രിയില് അന്ന് ഇവര് കടുത്തുരുത്തിക്ക് പോയില്ല. കടുത്തുരുത്തിയിലായിരുന്നു ഈ പെണ്ണിന്റെ വീട്. അപ്പൊ ഇവര് കല്യാണം കഴിഞ്ഞിട്ട് കടുത്തുരുത്തിലോട്ട് പോകാതെ ദൂരമല്ല എന്ന് പറഞ്ഞ് ഇവിടെ തന്നെ അവര് സ്റ്റേ ചെയ്തു, റാന്നിയിൽ തന്നെ, ചെറുക്കന്റെ വീട്ടിൽ തന്നെ. അപ്പം അന്ന് രാത്രി എല്ലാം കഴിഞ്ഞപ്പോഴത്തേനും രാത്രി ലേറ്റായി. ഇവര് കട്ടിലെല്ലാം റെഡിയാക്കി കിടക്കാനൊക്കെ തുടങ്ങി. അങ്ങനെയൊക്കെ വന്നപ്പം ഇവള് ആദ്യം അങ്ങോട്ട് മുറിയിലും കയറി ഡ്രസ്സൊക്കെ മാറുകയൊക്കെ ചെയ്തു. അപ്പം ഓർണമെന്റ്സ് ഒക്കെ രാത്രി ഇനിയിപ്പം വേണ്ട, ഓർണമെന്റ്സ് ഒക്കെ ഊരി വെച്ചേക്കെന്ന് പറഞ്ഞ സ്വർണ്ണമൊക്കെ ഊരി മേടിച്ചടങ്ങാണ്ട് വെച്ചെന്നാ പറയുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ അപ്പൊ ഇവനിട്ട് ഒരു 5 പോയിന്റ് ഒരു മാലയൊക്കെ ഇവരിട്ടിട്ടുണ്ടായിരുന്നു ഈ ചെറുക്കൻ കൂട്ടരൊക്കെ. പക്ഷെ അപ്പൊ അന്ന് തന്നെ അവൻ ആ സാധനം പിടിച്ച് മേടിച്ച് അവിടെ നിന്ന്. കാരണം ആ രാത്രി തന്നെ ഉണ്ടല്ലോ, ഇവൻ ചെല്ലുമ്പോ ഉണ്ടല്ലോ, മുറിയിലോട്ട് ഇവൻ കയറി ചെല്ലുമ്പോ രാത്രി 1 മണി അങ്ങോട്ടാകാറായി. 12 മണിയായി. കല്യാണ വീടല്ലേ. 1 മണി ആറായപ്പോ ചെന്നപ്പം നോക്കിയപ്പോ കാണുന്ന സംഭവം എന്നാന്നറിയാമോ, ഒരു പാന്റ് പോലെ ഒരു ഇത് മാത്രം ഇട്ടുകൊണ്ട് കിടക്കുന്ന ഒരു ചെറുക്കനെ ആളിനെയാ കാണുന്നത്. അറിയോ, അമ്മച്ചി അവിടെ ഉണ്ടായിരുന്നു. ചെറുക്കന്റെ കൂടെ അമ്മച്ചിയും കൂടെ ആണ് ചെന്ന് കയറിയത്. അത്ര ക്ലിയർ ആയിട്ടാണ് അമ്മച്ചി പറഞ്ഞു വെക്കുന്നത്. അവിടെ ചെന്ന് കയറിയപ്പം പാന്റും ഒക്കെ ഇട്ടുകൊണ്ട് ഇങ്ങനെ കൈ തലയിൽ വെച്ചുകൊണ്ട് ഉടുപ്പൊന്നും ഇല്ലാതെ കിടക്കുന്നു. പാന്റ് മാത്രം ഇട്ടാ. എന്തൊരു ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടാണ് അമ്മച്ചി കാര്യങ്ങൾ പറയുന്നത്. അമ്മച്ചിയെ കാണുവാണെങ്കിൽ ഒരു അവാർഡ് കൊടുക്കായിരുന്നു. കൊതിഞ്ഞോണ പ്രോമാക്സ് ആണെന്ന് തോന്നുന്നു റാന്നിയില്. അവൻ ആ പാടെ വിഷമിച്ചു. കാര്യങ്ങളൊക്കെ പറഞ്ഞെന്നാ പറയുന്നത്. കാര്യങ്ങളൊക്കെ പറഞ്ഞു, വേണ്ടൊക്കെ സംസാരിച്ചു. അവസാനം പിറ്റേ ദിവസം അങ്ങാണ്ട് ഇവിടെ ഒക്കെ പ്രത്യേകിച്ചൊന്നും അന്ന് രാത്രി സംസാരിച്ചില്ല. ചീറ്റിങ്ങാന്ന് മനസ്സിലായി. പിറ്റേ ദിവസം തന്നെ പറഞ്ഞു, എന്തിയാ മാല എന്തിയാന്നൊക്കെ ചോദിച്ചു. പറഞ്ഞു, അതെന്തിനാ ആ മാല, അത് ഇപ്പൊ രാത്രിയിലൊന്നും അത് വെച്ചോണ്ടിരിക്കണ്ട, മാല അങ്ങ് ഊരി വെക്കാം, കല്യാണ വീടല്ലേ എന്നൊക്കെ പറഞ്ഞ് അങ്ങോട്ട് മാല അവൻ മേടിച്ചു. 5 പവന്റെ മിന്നുമാലയൊക്കെ ഇട്ടത് സ്റ്റേജ് വെച്ചൊക്കെ ഇടുമല്ലോ, അതെല്ലാം അവൻ മേടിച്ചു കഴിഞ്ഞിട്ട് പറഞ്ഞു, നാളെ നമുക്ക് പെങ്ങളുടെ വീട്ടിലാ വിരുന്നെന്ന് പറഞ്ഞുകൊണ്ട് പിറ്റേ ദിവസം രാവിലെ ഇവളെയും കൂട്ടിക്കൊണ്ട് ഡ്രസ്സൊക്കെ ഇട്ടു. മിണ്ടിയില്ല. പിന്നെ വീട്ടുകാരുടെ അമ്മയോടും ഒക്കെ പറഞ്ഞു, കാര്യങ്ങൾ പറഞ്ഞു വെച്ചാൽ ഇവര് ഈ രീതി അറിയാതെ ഇവിടെ വീട്ടിൽ കൊണ്ടൊക്കെ അവിടെ കടുത്തിരുത്തി കൊണ്ട് വിട്ടേച്ച് അവൻ എമർജൻസി ടിക്കറ്റ് എടുത്ത് പെട്ടെന്ന് തന്നെ അവൻ UK സ്ഥലം വിട്ടു. UK പോയി. ഇറ്റലിക്ക് അങ്ങാണ്ടോ തിരിച്ചു പോയി. അറിയോ, അവൻ ചെന്ന് എയർപോർട്ടിൽ ചെന്ന് ഫ്ലൈറ്റെ കയറാൻ ഫ്ലൈറ്റെ കയറിയപ്പോഴത്തേനും അവന്റെ അമ്മാച്ചന് ഫ്ലൈറ്റിലുണ്ട്. നീ എന്നാടാ എന്ന് ചോദിച്ചാൽ അവൻ അപ്പോഴാ അമ്മാച്ചനോട് കാര്യങ്ങളൊക്കെ പറയുന്നത്. സംഭവം ഇന്നതാ, ഞാൻ ചതിക്കപ്പെട്ടെന്നൊക്കെ പറഞ്ഞുകൊണ്ട് പിള്ളേടെ വീട്ടിൽ കൊണ്ട് പറ്റൂ. അവൾക്ക് അപ്പനില്ല.
അവിടെ അമ്മയൊക്കെ കൂടി ചതിച്ചതാ. ഇവള് ദുബായ് ജോലിയുള്ള പെണ്ണായിരുന്നു. ഇവര് ഫേസ്ബുക്ക് കൂടെ കണ്ട് ആലോചന അങ്ങോട്ട് വന്ന, പക്ഷെ ഇവര് ശിഖണ്ഡിയായിരുന്നു. അതാ സംഭവം. അപ്പം ഇതാണ് ആദ്യം പ്രചരിക്കുന്ന ഓഡിയോ ക്ലിപ്പ്. അമ്മച്ചി നല്ല വ്യക്തമായി ആദ്യരാത്രിയിൽ നടന്ന കാര്യങ്ങളെല്ലാം വെടിപ്പായിട്ട് പറയുന്നുണ്ട്. ചെറുക്കൻ ആദ്യരാത്രിയിൽ പെണ്ണിന്റെ രൂപം കണ്ട് ഞെട്ടി. അപ്പൊ തന്നെ കഴുത്തിൽ കിടന്ന സ്വർണ്ണമാലയൊക്കെ ഞാൻ അഴിച്ച് മേടിച്ചു കേട്ടോ. 5 പവന്റെയാണ്, 5 പവനെ ഇപ്പൊ തന്നെ 60,000 കഴിഞ്ഞ്, 6-30 ലക്ഷം രൂപയുടെ വകുപ്പാണ്. അപ്പൊ തന്നെ അഴിച്ച് മേടിച്ച് എന്നിട്ട് പിറ്റേ ദിവസം എങ്ങാണ്ട് കൊണ്ടുപോകാന്നും പറഞ്ഞ് അവളെ അവിടെ വീട്ടിലും കൊണ്ടുവിട്ട്. എന്നിട്ട് നെക്സ്റ്റ് ഡേ തന്നെ ഇവൻ എമർജൻസി ഫ്ലൈറ്റ് എടുത്ത് ഇറ്റലിക്ക് സ്ഥലം വിട്ട്. ആ ഫ്ലൈറ്റ് വെച്ചിട്ട് പിന്നെ അമ്മാവനെ ആരോട് കാണാം. അതാണ് അമ്മാവും എന്നാ ഉണ്ട്, അതൊക്കെ ആ ഡയലോഗ് വരെ അമ്മച്ചി അവിടെ ഉണ്ടായിരുന്നു ഫ്ലൈറ്റിനകത്ത്. അതുവരെ കൃത്യമായിട്ട് എന്നാടാ എന്നൊക്കെ ചോദിച്ചത് വരെ കൃത്യമായിട്ട് അമ്മച്ചി പറഞ്ഞു എന്നുള്ളതാണ്. ഈ ഒരു വോയിസ് ക്ലിപ്പിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ സംസാരിക്കുകയാണെങ്കിൽ ഇവിടെ ആരാണ് ചീറ്റ് ചെയ്യപ്പെട്ടത്? ആ പയ്യനാണ് ചീറ്റ് ചെയ്യപ്പെട്ടത്. ഇവിടെ ആരാണ് കേസ് കൊടുക്കേണ്ടത്? ആ പയ്യനാണ് ഈ പെണ്ണിന്റെയും പെണ്ണിന്റെ വീട്ടുകാർക്കെതിരെ കേസ് കൊടുക്കേണ്ടത്. പക്ഷെ ഇവിടെ സംഭവിച്ചിരിക്കുന്നത് അങ്ങനെയല്ല. പെണ്ണിന്റെ വീട്ടുകാരാണ് ചീറ്റിങ്ങിനെതിരെ ഈ പയ്യന് കേസ് കൊടുത്തത്. ഇവന്റെ പേര് നിങ്ങൾ ഫോട്ടോ കണ്ടെന്ന് വിചാരിക്കുന്നു, റിജോ എന്നാണ് ഇവന്റെ പേര്. ഇവൻ നൈസായിട്ട് മുങ്ങിയതുപോലാണ് ഇവന്റെ ആ ഒരു പോക്ക് കണ്ടപ്പോൾ എനിക്ക് ഫീൽ ചെയ്തത്. ഞാനത് 2 ദിവസം മുമ്പേ കണ്ട്, അതുകൊണ്ടാണ് നമ്മൾക്ക് ഇതിന്റെ ക്ലാരിറ്റി ഇല്ലാതെ വീഡിയോ ചെയ്യേണ്ടതെന്ന് വിചാരിച്ചത്. ഇപ്പം എന്താണെങ്കിലും ഇതിന്റെ സത്യാവസ്ഥ പുറത്തു വന്നിട്ടുണ്ട്. മറുനാടൻ മലയാളി ചാനലിൽ കൂടാണ് പല 1-2 വോയിസൂടെ പുള്ളി പുറത്തുവിട്ടിട്ടുണ്ട്. അതിനകത്ത് ഈ പയ്യന്റെ അടക്കം വോയിസ് പുള്ളി പുറത്തുവിട്ടിട്ടുണ്ട്. യഥാർത്ഥ കാരണം എന്താണെന്ന് അവൻ തന്നെ പറയുന്നത്. അതിനു മുമ്പ് ഈ നാട്ടുകാർ ഈ പെൺകൊച്ചിനെ പറ്റി പറയുന്ന കാര്യങ്ങളൊന്ന് കേൾക്കാം. ഈ ചെറുക്കൻ ഐത്തലപ്പള്ളി ഇടവക്കാരനാ. പട്ടായിരുന്ന അവരുടെ വീട്ടു വരെ ഇവർ താമസിക്കുന്നത് വീമൂട്ടുപാറയിലാണ് താമസിക്കുന്നത്. ചെറുക്കനൊരു സൈക്കോ ഇവന്. ഇവൻ രാത്രിയിൽ ആ പെണ്ണിനെ ഏതാണ്ട് പിടിച്ച് ചെയ്യുകയൊക്കെ ചെയ്തു. ആ കൊച്ചൊക്കെ പേടിച്ചു പോയി. അതിനെ രാവിലെ ഇവൻ കൊണ്ട് വിട്ടിട്ട് ഇവർ നേരെ ഇറ്റലിക്ക് ഞാൻ കയറിപ്പോയേ. എന്നിട്ട് ഇവൻ പറഞ്ഞുണ്ടാക്കി ആ പെണ്ണാണോ മറ്റേ എന്ന് പറഞ്ഞുകൊണ്ട് ആ ഇതാക്കിയേക്കും. കല്യാണത്തിന്റെ ഹോളിന്റെ പൈസ കൊടുത്തിട്ടില്ല, സ്റ്റുഡിയോക്കാരന്റെ പൈസ കൊടുത്തിട്ടില്ല, കേറ്ററിംഗുകാരന്റെ പൈസ ഒന്നും കൊടുക്കാതാ പോയേക്കുന്നത്. ഈ കല്യാണം നടത്തേണ്ട 1 രൂപ പോലും ആർക്കും കൊടുക്കാതാണ് ഇവൻ സ്ഥലം വിട്ടേക്കുന്നത്. ഇവൻ ഒരു സൈക്കോ ആണെന്നാണ് ഇവനെ അറിയാവുന്ന ആളുകൾ പറയുന്നത്. സൈക്കോ ആയിരിക്കണമല്ലോ, അതുകൊണ്ടാണല്ലോ കല്യാണം കഴിഞ്ഞ് പിറ്റേ ദിവസം തന്നെ പെണ്ണിനെ കൊണ്ട് അവിടെ വിട്ടിട്ട് ട്രാൻസ്ജെൻഡർ ആണെന്ന് പറഞ്ഞ് ഇവൻ സ്ഥലം വിട്ടത്, നാട് വിട്ടത്. ഇനി നമുക്ക് വേറൊരു വോയിസ് കൊണ്ട് കേൾക്കാം. ഈ ഒരു ഇതുമായിട്ട് ബന്ധപ്പെട്ടത് ഇവന്റെ തനിക്കണം ഒന്നുകൂടെ അമ്മച്ചി, ഇത് വേറൊരു അമ്മച്ചി പറഞ്ഞ് മനസ്സിലാക്കി തരും. അവൻ അങ്ങനെ പറയുന്നു. ഇവരെ ദുബൈ ജോലിയുള്ള പെണ്ണ, ഇതിന് 4 ലക്ഷം രൂപ ശമ്പളമുള്ള പെണ്ണ. പെണ്ണിന് യാതൊരു കുഴപ്പമില്ല. ഇവനെ ചെറുപ്പം തൊട്ട് അവിടെ ഇവനെ മയക്കുമായിരുന്നു. എല്ലാ സ്വഭാവവും ഇവൻ്റെ ഉണ്ട്. ഇറ്റലിയിലുള്ള ആൾക്കാരാണ് പറഞ്ഞത്. നമ്മുടെ ഐത്തലിൽ തന്നെ ഇറ്റലിയിലുള്ള ആൾക്കാരുണ്ട്. ഇവനെ ഇറ്റലിയിലുള്ളവർ പറഞ്ഞു ഇവൻ മഹാപിഴയാ. ഇവൻ്റെ എല്ലാ സ്വഭാവവും ഉള്ളൊരു മഹാപിഴയും ബ്രൂഫിലും കാണുകയും മഹാപിഴ ഇത് പറയുന്നില്ല. ഇത് ആദ്യം കേട്ട അമ്മച്ചിയുടെ വേറൊരു പതിപ്പാണെന്നാ തോന്നുന്നു. ബ്രൂഫിലും കാണുന്നു. അങ്ങനെ മയക്കുമരുന്നില്ല അടിമയുള്ളവനാ. അങ്ങനല്ല, മയക്കുമരുന്നിന്റെ അടിമ. ഇത് ഇവൻ മയക്കുമരുന്നത് യൂസ് ചെയ്യുമെന്ന് നമുക്കറിയത്തില്ല. പക്ഷെ ഇവൻ ഉടായിപ്പാണെന്ന് ഇവന്റെ കാര്യത്തിൽ ആ ഒരു ആക്ട് കണ്ടപ്പോൾ മനസ്സിലായി. അവൻ എന്നിട്ട് ഇവിടെ പറഞ്ഞേക്കുന്ന പെണ്ണിനില്ല, പെണ്ണൊക്കെയാ അതാ ഇതാന്നൊക്കെ പറഞ്ഞാ ഇവിടെ പറഞ്ഞേക്കുന്നത്. പക്ഷെ പെണ്ണിന് യാതൊരു കുഴപ്പമില്ല. പെണ്ണിന് കുഴപ്പമൊന്നുമില്ല. അമ്മ സർട്ടിഫൈ ചെയ്തിട്ടുണ്ട്, പെണ്ണിന് കുഴപ്പമൊന്നുമില്ല. ഇങ്ങനെ ഇരിക്കുന്നു. എന്തുവായാലും കേസ് കൊടുത്തവര്. ഇവൻ ചുമ്മാ അത് തെമ്മാടിയാ. ഇവനെ ഇവിടെ വന്ന് പെണ്ണെ പ്രേമിച്ചോണെന്ന് കെട്ടി വെച്ച അവന് രാമയ്ക്ക് എല്ലാം കരുതി കൂട്ടിയല്ലേ വന്നേ. അവൻ പെട്ടെന്ന് ടിക്കറ്റ് കിട്ടുമോ? ഇവനെല്ലാം കരുതി കൂട്ടിയല്ലേ വന്നത്. സോ ഇത് പെൺകുട്ടിയെ അറിയാവുന്ന അമ്മാമ ആണ് ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത്. പെണ്ണിന് ഒരു കുഴപ്പവും ഇല്ല. ഇവൻ ബ്രൂഫിലും കാണുന്നവനാണ്. ഇവൻ വെറും വഷളാണ്. ഇവൻ കഞ്ചാവ് എന്തൊക്കെ ഉണ്ടോ അമ്മാമയ്ക്ക് അറിയാവുന്ന വേർഡ്സ് എല്ലാം അമ്മാമ പറഞ്ഞിട്ടുണ്ട്. പിന്നല്ലാതെ അത്രേ ഉള്ളൂ. ഇനി നിർണായകമായ വോയിസ് ആണ് നിങ്ങൾ കേൾക്കാൻ പോകുന്നത്. ഈ പറയുന്ന നമ്മുടെ നാട് വിട്ട നാറി റിജോ, ഇവൻ എന്തുകൊണ്ട് ഈ പെണ്ണിനെ ഉപേക്ഷിച്ചിട്ട് പോകുന്നു എന്ന് പറയുന്ന വോയിസ്. ഇത് ഈ പെണ്ണിന്റെ സഹോദരിക്ക് ഇവൻ അയച്ചു കൊടുത്തതാണ്. ഓക്കെ, അത് കേൾക്കാം നമുക്ക്. ഹലോ ചേച്ചി, ചേച്ചി ഞാനാണെങ്കിൽ എന്നെ കൊണ്ട് വിട്ടായിരുന്നു. എന്ന് വെച്ചാല് ഇതാണ് റീസൺ. എനിക്കാണെങ്കിൽ ഞാൻ സങ്കല്പിച്ച്, ഞങ്ങൾ വീഡിയോ കോളിൽ കൂടെ ഒന്നുമല്ല. എന്റെ ഒരു സങ്കല്പത്തിലെ ഒരു പെണ്ണല്ലാതെ അത് എനിക്ക് ചേച്ചി ഇപ്പൊ എന്നോട് ചോദിക്കാൻ എനിക്ക് നേരത്തെ അറിയത്തില്ലായിരുന്നു. പക്ഷെ അത് എടാ, നിങ്ങൾ ഈ പോയി കാണുന്നത് കണ്ട അവന്റെ സേവ് ദ ഡേറ്റിന്റെ ഷൂട്ടാണ്. അവൻ ആ പെൺകുച്ചിനെ കെട്ടിപ്പിടിച്ചോണ്ടാണ്. നിനക്ക് അന്നേരം ഒന്നും സങ്കല്പം തോന്നിയില്ലേ ഈ ഷൂട്ടൊക്കെ നടന്ന സമയത്ത്? നിനക്ക് ആദ്യരാത്രിയിൽ അവൻ സങ്കല്പം ചെക്ക് ചെയ്യാൻ പോയിട്ട് അവന് സങ്കല്പം ഒത്തില്ല. അതാണ് അവൻ കാട്ടിയത്, ഈ കാട്ടായ. അവളൊക്കെ അറിയാം. എൻഗേജ്മെന്റ് വന്നപ്പോഴും ഒക്കെ വ്യത്യസ്തമായിട്ടാണ്. എനിക്ക് നമ്മൾ മുമ്പോട്ട് പോയി പല പ്രശ്നം ഉണ്ടായി, അങ്ങോട്ട് 2 ഭാഗത്തു നിന്നും ക്ലിയർ ചെയ്യുന്നതുകൊണ്ടാണ് ഞാൻ ഈ വോയിസ് മെസ്സേജ് അയക്കുന്ന ചേച്ചിക്ക്. എന്ന് വെച്ചാല് അവക്ക് എനിക്ക് അങ്ങോട്ട് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ഞാൻ സങ്കല്പിച്ച ഒരു പെണ്ണല്ല.
അതുകൊണ്ട് അവരുടെ ഭാഗത്ത് തെറ്റോ കുറ്റമോ ഒന്നും ഉണ്ടെന്നല്ല ഞാൻ പറയുന്നത്. അവരുടെ സൗന്ദര്യം ഒക്കെ അവളുണ്ട്. പക്ഷെ ഞാൻ ആഗ്രഹിച്ച ഒരു സൗന്ദര്യമല്ല അവൾക്കുള്ളത്. അത് പറയാനായിരുന്നു കേട്ടോ. സോറി ചേച്ചി, ഞാൻ കയറി പോവാണ്. മുന്നോട്ട് പോയി പ്രശ്നങ്ങളും വഴക്കുകളും പ്രോബ്ലങ്ങളും വരെ ആയിരിക്കാൻ ആണ് ഞാൻ നേരത്തെ ഈ വോയിസ് മെസ്സേജ് അയക്കുന്നത്. പപ്പായോ മമ്മിയോ ഒന്നും അറിയത്തില്ല, അവർക്കൊന്നും അറിയത്തില്ല. ഞാൻ എൻ്റെ സ്വയം ഇഷ്ടത്താലാണ് ഞാൻ ഈ കയറി വന്നത്. അത് ചേച്ചി ഇനി പറഞ്ഞ് മനസ്സിലാക്കണം. ഞാൻ അവിടെ ചെന്നിട്ട് വിളിച്ച് പറഞ്ഞോളാം. എടാ നാറി, എടാ പരനാറി, നിനക്ക് ലേശം ഉൾപ്പൊട്ടോടാ. ഈ മാതിരി തന്തയിലെ മാണിക്ക് ഉള്ള കാര്യം പറയും. ഇവരെ പച്ചയ്ക്ക് എന്താണ് ഇവന്നെ പറയേണ്ടത്? നീ ആ പെണ്ണിനെ ഉപേക്ഷിച്ചിട്ട് പോയത് ഓക്കെ, ഇപ്പൊ നീയാണോ നിന്റെ വീട്ടുകാരാണോ എന്ന് അറിയത്തില്ല. ആ പെണ്ണ് ഒരു ട്രാൻസ്ജെൻഡർ ആണ്. അവിടെ ജെൻഡർ പോലും മാറ്റി പറഞ്ഞ ആ പെണ്ണിനെ അധിക്ഷേപിച്ചിട്ടാണ് നീയൊക്കെ പോയേക്കുന്നത്. ഒരു ട്രാൻസ്ജെൻഡേഴ്സിനെ കളിയാക്കുമല്ല ഞാൻ പറഞ്ഞത്. ഒരു കല്യാണത്തിന്റെ ആ അമ്മച്ചി ആദ്യത്തെ വോയിസ് എന്താണ്, കല്യാണം ആദ്യ രാത്രി ചെന്നപ്പോഴത്തേക്ക് ഒരു പാന്റ് മാത്രം ഇട്ടുകൊണ്ട് ഇങ്ങനെ പെണ്ണിങ്ങനെ കിടക്കുന്നെന്ന്. നീ ഒന്ന് ആലോചിച്ച് നോക്ക്. ആ പെണ്ണിന്റെ ഫോട്ടോ അടക്കം സോഷ്യൽ മീഡിയയിൽ കടന്ന് വൈറലാണ്. സാധനം കംപ്ലീറ്റ്ലി വൈറലാണ്. ഈ ഒരു സത്യാവസ്ഥ പുറത്ത് വന്നില്ലെങ്കിൽ അതിന്റെ അവസ്ഥ എന്താണ്? ഇവനെ ഇനി എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്നില്ല. കാര്യം ഇവൻ നാട് വിട്ടുപോയി. നമ്മുടെ നിയമത്തിന് നാട് വിട്ടുപോയവരൊന്നും ചെയ്യാൻ സ്കോപ്പ് ഇല്ല ഗൈസ്. ഇവൻ നാട്ടിൽ വന്നാലേ ഇനി പൊക്കാൻ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ ഈ നാടിക്ക് വേറെ ഭാര്യ മക്കളും കാണും. ഇവിടെ വന്ന് നൈസായിട്ട് ഒരു പേരിനൊരു കെട്ട് കടത്തിയിട്ട് പോയതായിരിക്കും. അവന് സൗന്ദര്യം പോരുന്നു. അവൻ ആദ്യ രാത്രി സൗന്ദര്യം ചെക്ക് ചെയ്യാൻ കയറിയപ്പോഴത്തേക്ക് അവന്റെ മീറ്ററിന് പറ്റിയില്ല അവന്റെ സൗന്ദര്യം, ആ പെങ്കൊച്ചിന്റെ സൗന്ദര്യം. ഇനിയിപ്പോ നിനക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ തന്നെയും അത് മാന്യമായി പറഞ്ഞ് മനസ്സിലാക്കാം. അല്ലാതെ ഇത്രയും ആ പെണ്ണിനെ നാണം കെടുത്തുന്ന രീതിയിൽ ഇങ്ങനെ ആക്കരുതായിരുന്നു. അതാണ് അന്തസ്. ഇത് ഇവൻ ഒളിച്ചോടി പോയതാണ്. ഇവൻ ആ പൈസ പോലും, കല്യാണത്തിന്റെ പൈസ പോലും കൊടുക്കാതെ അത്രയും ആൾക്കാരെ ചതിച്ച്, അത്രയും ആൾക്കാരുടെ വയറ്റത്തടിച്ച്, ആ പെണ്ണിന്റെ വീട്ടുകാരെയും ചതിച്ച്, എല്ലാരെയും ചതിച്ചിട്ട് ഇവൻ ഒളിച്ചോടി പോയതാണ്. അവൻ നാട് വിട്ടത്. ആ പെണ്ണിന്റെ കഴുത്തെ കടന്ന് 5 പവന്റെ മാല വരെ അവൻ അഴിച്ചു മേടിച്ച് വെച്ചിട്ടാണ്, ഇവൻ കൊടുത്ത സാധനം വരെ അഴിച്ചു മേടിച്ച് വെച്ചിട്ടാണ് അവളെ വീട്ടിൽ കൊണ്ടുപോയി. അത്രയും ക്രൂക്കഡായിട്ട് ഇവൻ ചിന്തിച്ചിട്ടാണ് ഇവൻ കളിച്ചത്. ഇവന്റെ കയ്യിൽ നിന്ന് കൃത്യമായ കോമ്പൻസേഷൻ, നല്ലൊരു ഹ്യൂജ് എമൗണ്ട് കോമ്പൻസേഷൻ ഓളെ നീ കാണുന്നുണ്ടെങ്കിൽ മേടിച്ചെടുക്കണം. അവനെ ഈ നാറിയെ വെറുതെ വിടരുത്. കൂടുതലൊന്നും പറയാനില്ല. എന്താണ് നിങ്ങളുടെ അഭിപ്രായം ഈ ഒരു സബ്ജക്റ്റിൽ? താഴെ ഒന്ന് കമന്റ് ചെയ്യുക. നമ്മുടെ വീഡിയോ ഭയങ്കര ഡള്ളായിട്ടാണ് ഇരിക്കണത് 2 ദിവസമായിട്ട് ആണെങ്കിൽ താഴെ ഒന്ന് കമന്റ് ചെയ്യണം കേട്ടോ. അപ്പം സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പം ശരി, ടാറ്റ, ബൈ ബൈ.